നല്ല കാന്താരി മുളകും ചുവന്നുള്ളിയും ഉടച്ചെടുത്ത് വെളിച്ചെണ്ണയും ഉപ്പുമിട്ട് ഇളക്കിയ ചമ്മന്തിയും വെന്തുടഞ്ഞ കപ്പപ്പുഴുക്കും ഒരു പാത്രത്തിലാക്കി തൻ്റെ മുന്നിലേക്ക് ദേഷ്യത്തോടെ നീക്കിവെച്ച അന്നാമ്മയ്ക്ക് നേരെ തൊമ്മിച്ചൻ കള്ളച്ചിരിയോടെ ചുണ്ടു കൂർപ്പിച്ചൊരു ഉമ്മ കൊടുത്തു. ദേ മനുഷ്യ, പാതിരാത്രി അന്തിക്കള്ളും കുടിച്ച് ലെവലില്ലാതെ കപ്പപ്പുഴുക്കുണ്ടാക്കാൻ പറഞ്ഞാൽ ഇനി ഞാൻ ചിരട്ടത്തവിയെടുത്ത് കുത്തും, നോക്കിക്കോ. തൻ്റെ കെട്ടുകളുടെ തെറിവിച്ചു വീർത്ത കവളിലേക്ക് ചിരിയോടെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് കപ്പപ്പുഴുക്കിൻ്റെ ഒരു കഷ്ണം കാന്താരി ചമ്മന്തിയിൽ മുക്കി തൊമ്മിച്ചൻ അവൾക്ക് നേരെ നീട്ടി. ഓ, അതിയാൻ ശൃംഗാരം തുടങ്ങി. കപടദേശത്തോടെ വാ തുറന്നവൾ അത് വാങ്ങിക്കഴിച്ചു. അവൾക്കായി ഒരു വാ, അത് തൊമ്മിച്ചൻ്റെ ഒരു പതിവാണ്. എടിയേ, ഇച്ചായനൊരു കട്ടൻ കാപ്പി കൂടിയിട്ടുണ്ട് വാടി. ചവിട്ടുതുള്ളി അടുക്കളയിലേക്ക് നടക്കുന്ന അന്നാമ്മയുടെ ഗോഷ്ഠികൾ കണ്ട് തൊമ്മിച്ചൻ്റെ ചുണ്ടിൽ ചിരി വിടർന്നു. പരന്നു കിടക്കുന്ന വയലേലകൾക്കും തെങ്ങിൻ തോപ്പുകൾക്കും നടുവിലെ ഓടുപാകിയ ആ ചെറിയ വീടിൻ്റെ അകത്തളങ്ങളിൽ തൊമ്മിച്ചൻ്റെയും അന്നാമ്മയുടെയും കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും സ്നേഹവും കുറുമ്പുകളും മാറ്റൽ കൊണ്ടു. ചാണകം മെഴുകിയ തറയിൽ വിരിച്ച പുൽപ്പായയിൽ ഒരു വശം ചരിഞ്ഞ് പിണങ്ങിക്കിടക്കുന്ന അന്നമ്മയുടെ അരികിലേക്ക് മെല്ലെ മെല്ലെ ഓരഞ്ചേർന്നെടുക്കുന്ന തൊമ്മിച്ചനെ തല തിരിച്ചവൾ ദേഷ്യത്തോടെ നോക്കി. അവളുടെ കയ്യിൽ മെല്ലെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചപ്പോൾ അവളുടെ പിണക്കവും ആ സ്നേഹച്ചൂടിൽ അലിഞ്ഞില്ലാതെയായി. കള്ളിൻ്റെ മണമുള്ള അയാളുടെ അധരങ്ങൾ അവളുടെ കവളിൽ മെല്ലെ അമർന്നപ്പോൾ അവൾ ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. തൊമ്മിച്ചായ, നമുക്ക് ജോക്കുട്ടനെ ദത്തെടുത്താലോ? അയാളുടെ കൈകൾ അവളിൽ നിന്നും മെല്ലെ അയഞ്ഞു. എന്താ ഒന്നും പറയാത്തത്? എനിക്കവൻ്റെ കുറുമ്പും കുസൃതിയും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കൂടെ കൂട്ടാൻ തോന്നുവായിച്ചായ. പതിവായുള്ള അയാളുടെ കനത്ത നിശബ്ദതയിലേക്ക് നോക്കി അവളൊരു നെടുവീർപ്പോടെ കണ്ണുകളടച്ചു. വർഷങ്ങൾക്ക് മുൻപ് താൻ സ്നേഹിച്ച പെണ്ണിനെ ഒരു പ്രണയ വിപ്ലവം തന്നെ സൃഷ്ടിച്ച് തൊമ്മിച്ചൻ കൂടെ കൂട്ടി. ആരോഗ്യവാനായ തൊമ്മിച്ചൻ തികഞ്ഞൊരു അധ്വാനിയായിരുന്നു. സ്വന്തമായുള്ള 4 ഏക്കർ തരിച്ചു ഭൂമി കിളച്ച് പദം വരുത്തി കൃഷിയോഗ്യമാക്കിയപ്പോൾ അവന് കൂട്ടായി അന്നാമ്മയുടെ സ്നേഹവുമുണ്ടായിരുന്നു. അതിന് ഒത്ത നടുവിലായി ഒരു കുഞ്ഞു സ്വർഗവും അവൻ പണി കഴിപ്പിച്ചു. സന്തോഷം മാത്രം വീണുടയുന്ന അകത്തളങ്ങളിൽ ഓടി നടക്കാൻ ഒരു കുഞ്ഞു തൊമ്മിച്ചനെ കൊടുക്കാൻ അന്നാമ്മയ്ക്ക് ആകുമായിരുന്നില്ല. അവളിലെ കുറവിനെ അവൻ കാര്യമാക്കിയതുമില്ല. പതിവ് സന്ദർശനങ്ങളുടെ ഫലമായി പള്ളിവക അനാഥാലയത്തിലെ ഏറ്റവും ഇളയ കുഞ്ഞായ ജോക്കുട്ടനെ സ്വന്തമാക്കാൻ അന്നാമ്മയ്ക്ക് പൂതിയായി. തൊമ്മിച്ചൻ മാത്രം വേണമെന്നോ വേണ്ടെന്നോ സമ്മതം പറയാത്തത് അവളിൽ ആശങ്കയുണർത്തി. പതിവ് പോലെ തൊമ്മിച്ചനുള്ള ഉച്ചയൂണും തൂക്കുപാത്രത്തിലാക്കി നീണ്ട വയൽവരമ്പിലൂടെ അവൾ നടന്നു. വയലേലകൾക്ക് ഇരുവശവുമുള്ള തെങ്ങിൻ തോപ്പിലെ തണലിരുന്നാണ് ഇരുവരുടെയും ഉച്ചഭക്ഷണം. വാഴയിലയിലേക്ക് ചൂടുചോറും ചക്ക വേവിച്ചതും ചൂരക്കറിയും തൊമ്മിച്ചൻ അവൾ ചിരിയോടെ വിളമ്പി. എന്താ അടി കെട്ടിയോളെ, നിനക്കൊരു സന്തോഷമില്ലാത്തെ? എന്നാ പറ്റി എൻ്റെ പൊന്നിന്? കള്ളച്ചിരിയോടെ ഇടത് കൈയാൽ അവളുടെ കവളിൽ നുള്ളിക്കൊണ്ടയാൾ തിരക്കി. തൊമ്മിച്ചന് വേറൊരു കല്യാണം കഴിച്ചൂടെ? ഈ മച്ചിയെ കൊണ്ട് ഒരു കുഞ്ഞിനെ പെറ്റുതരാൻ കഴിയുകയില്ലെന്ന് തോന്നുന്നു. നിറ കണ്ണുകളോടെ അവളുടെ വാക്കുകൾ തൊമ്മിച്ചൻ്റെ നെഞ്ചിലേക്കാണ് തറഞ്ഞു നിന്നത്. ദേ പെണ്ണെ, വേണ്ടാധീനം പറഞ്ഞാൽ കരണം പുകച്ചിരണം അങ്ങ് തരും. താഴ്ന്നിരുന്ന അവളുടെ മുഖം മെല്ലെ അവൻ പിടിച്ചുയർത്തി. നിന്റെ കയ്യും പിടിച്ച് ചുരമിറങ്ങുമ്പോൾ ഈ ചങ്കിലോട്ട തൊമ്മിച്ചൻ നിന്നെ എടുത്തു വച്ചത്. ഇനിയിപ്പോൾ ആരില്ലേലും നീ മതി എനിക്ക്. കണ്ണു തുടച്ചിട്ട് നീ ഈ ചക്ക വേവിച്ചത് എടുത്ത് കഴിക്ക്. എന്നാ രുചിയാടി. കണ്ണീർ വീണു നനഞ്ഞ അവളുടെ ചുണ്ടുകളിൽ ഒരു ചിരി മുട്ടിട്ടു. ചേറിൻ്റെ മണവും കിളിക്കൊഞ്ചലും വയൽക്കാറ്റുമേറ്റ് അവരങ്ങനെ ആ തണലിൽ ഇരുന്നു. ജോക്കുട്ടൻ്റെ കാര്യം പറയുമ്പോൾ എന്താ തൊമ്മിച്ചനൊന്നും പറയാത്തെ? ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്തെങ്കിലും പറഞ്ഞൂടായോ? വെയിൽ മങ്ങിയ നേരം തോട്ടുവക്കിലിരുന്ന് ചൂണ്ടയിടുന്ന തൊമ്മിച്ചൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചാണ് അന്നാമ്മയുടെ ചോദ്യം. ചൂണ്ടയിൽ എന്തോ കൊത്തിയെന്നറിഞ്ഞപ്പോൾ തൊമ്മിച്ചനത് ഊക്കോടെ മുകളിലേക്ക് ഉയർത്തി. വരാലാണല്ലോടി, നീ ഇത് കൊണ്ടുപോയി മുളകിട്ട് കറിവയ്ക്ക്. തൊമ്മിച്ചൻ അവളുടെ ചോദ്യത്തിൽ നിന്നും വിദഗ്ധമായി തെന്നിമാറിയപ്പോൾ അവളിൽ ദേഷ്യവും സങ്കടവും നിറഞ്ഞു. അതേ, നിങ്ങൾ വിഷയം മാറ്റിക്കും. ഒരു കുഞ്ഞില്ലാത്ത ദണ്ണം എനിക്കുണ്ട് ചായ. നിങ്ങൾക്കത് ഉണ്ടോ എന്നറിയില്ല. ഒരു കുഞ്ഞിനെ ലാളിക്കാനും കൊഞ്ചിക്കാനും അവൻ്റെ അമ്മച്ചി എന്നുള്ള വിളി കേൾക്കാനും എനിക്ക് കൊതിയാകുകയാണ്. നിങ്ങൾക്കറിയോ? അവൾ കരഞ്ഞുകൊണ്ട് തിരികെയോടാൻ തുടങ്ങും മുന്നേ അവൻ്റെ കൈകൾ അന്നാമ്മയെ തടഞ്ഞു. എനിക്ക് ഉണ്ടടി കൊതി, ഒരപ്പൻ്റെ സ്നേഹം കൊടുക്കാനും അവനെ എൻ്റെ നെഞ്ചിൽ കിടത്തി ഉറക്കാനും ഒക്കെ. പക്ഷേ അവൻ വളർന്നു വലുതാകുമ്പോൾ ഈ അപ്പനും അമ്മച്ചിയും അവൻ്റെ അല്ലെന്ന് അറിയുമ്പോൾ നമ്മൾ ഇട്ടേച്ചും പോകില്ലേടി. അപ്പോൾ നിനക്കും എനിക്കും സഹിക്കാൻ ഒക്കുവോ? നെഞ്ചു പൊട്ടിച്ചാകില്ലേ നമ്മൾ?
ഒരു വേള തൊമ്മിച്ചൻ്റെ വാക്കുകളിൽ മറുപടിയില്ലാതെ അന്നാമ്മ ചിന്തയോടെ നിന്നുപോയി. ശരിയാണെന്നും അല്ലെന്നും പറയാനായില്ല അവൾക്ക്. വീണ്ടും ദിവസങ്ങൾ പിന്നിട്ടു. അന്നാമ്മ പിന്നീട് ജോക്കുട്ടനെ പറ്റി പറഞ്ഞില്ല. എല്ലാ ആഴ്ചകളിലും അവനെ കാണാൻ പലഹാരങ്ങളുമായി അവർ പോകും. അവനെ കാണുമ്പോൾ അന്നാമ്മയിലുള്ള മാറ്റവും കൺതിളക്കവും ഒരു അമ്മയുടെ കെട്ടിപ്പൂട്ടിവച്ച സ്നേഹവാത്സല്യങ്ങളും പുറത്തു ചാടും. അങ്ങനെ തൊമ്മിച്ചൻ ജോക്കുട്ടനെ സ്വന്തമാക്കാൻ തയ്യാറെടുത്തു. അന്നാമ്മയിൽ തിങ്ങി വന്ന സന്തോഷം അയാൾ നോക്കിക്കാണുകയായിരുന്നു. അതുപോലെ ആളിലും ഒരപ്പൻ്റെ സ്നേഹം മുളപൊട്ടി. വെള്ളിക്കാട്ടിള കിലുക്കി ആ മൺചുവരിൽ കൈപിടിച്ച് അവൻ പാദങ്ങൾ ഉറപ്പിച്ചു നടന്നു. അമ്മയുടെ സ്നേഹവും അപ്പൻ്റെ നെഞ്ചിലെ ചൂടുമേറ്റവൻ ഉറങ്ങി. അവരുടെ നാമിടങ്ങൾ നമ്മളിടങ്ങളായി. ഉച്ചവെയിലുമേറ്റ് ജോക്കുട്ടനെയും ഒക്കത്തിരുത്തി വയൽവരമ്പിലൂടെ തൂക്കുപാത്രവും പിടിച്ച് അന്നാമ്മ തൊമ്മിച്ചനടുത്തേക്ക് പോകും. തോട്ടിലും ചെറു അരുവികളിലും കൈയും കാലുമിട്ടടിച്ച് അവൻ ഓടിക്കളിക്കും. തിരികെ തൊമ്മിച്ചൻ്റെ തോളിൽ ഇരുത്തി കാഴ്ചകൾ കാണിച്ച് അവർ മൂവരും വീട്ടിലെത്തും. അച്ഛനെ പോലെ മണ്ണിൻ്റെ മണവും രുചിയും അവരുടെ സ്നേഹവും അറിഞ്ഞവൻ വളർന്നു. ബാല്യവും കൗമാരവും കടന്നെത്തിയപ്പോൾ അവൻ്റെ ജന്മരഹസ്യം അവൻ അറിയുമ്പോൾ അവരെ വെറുക്കുമോ എന്ന പേടി ഇരുവരിലും ഉണ്ടായിരുന്നു. എങ്കിലും അവർ പകർന്നു നൽകിയ അതിരില്ലാത്ത സ്നേഹത്തിലും കരലാളനത്തിലും തൊമ്മിച്ചനും അന്നാമ്മയ്ക്കും പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ഒരിക്കൽ സത്യങ്ങൾ ജോക്കുട്ടൻ മനസ്സിലാക്കിയപ്പോൾ അത് ഉൾക്കൊള്ളാനും ഞാൻ ഈ അമ്മച്ചിയുടെ വയറ്റില പിറന്നതെന്ന് അവരോട് പറഞ്ഞുകൊണ്ട് തൊമ്മിച്ചനെ കെട്ടിപ്പിടിക്കുമ്പോൾ ദീർഘകാലമായി അവരിൽ നിറഞ്ഞ പേടിയുടെ കെട്ടുകൾ അഴിഞ്ഞു വീഴുകയായിരുന്നു. നിനക്ക് ആരാകണമെന്ന ചോദ്യത്തിന് എൻ്റെ അപ്പൻ തൊമ്മിച്ചനെ പോലെ എനിക്കൊരു കൃഷിക്കാരനാകണമെന്ന് അഭിമാനത്തോടെ അവൻ പറയുമായിരുന്നു. ജോക്കുട്ടന് അപ്പനെപ്പോലെ മണ്ണിനോടായിരുന്നു കൂറ്. നന്നായി പഠിക്കുമായിരുന്ന അവൻ കാർഷിക സർവകലാശാലയിൽ നിന്നും അഗ്രികൾച്ചർ ബിരുദം 1ാം റാങ്കോടെ കരസ്ഥമാക്കിയപ്പോൾ ആ അപ്പനും അമ്മയും ഹൃദയം നിറഞ്ഞ ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. ആ വലിയ സദസ്സിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്നും ഈ അവാർഡ് സ്വന്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തോളിൽ കിടന്ന വെള്ളത്തോർത്തിൽ കണ്ണുകളൊപ്പി തൊമ്മിച്ചൻ അന്നാമ്മയുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു. നര വീണ തുടങ്ങിയ അപ്പൻ്റെയും അമ്മച്ചിയുടെയും മുടിയിൽ ഡൈ തേച്ച് കൊടുത്തിട്ട് ആഹാ ഇന്ന് വിവാഹിതരായ കപ്പിൾസാണേ എന്ന് പറഞ്ഞവൻ ചിരിക്കുമ്പോൾ നാണത്തോടെ അന്നാമ്മ തൊമ്മിച്ചൻ്റെ പിന്നിൽ ഒളിക്കും. സന്തോഷങ്ങളുടെ ഒരു പൂക്കാലമായിരുന്നു അവരുടെ ജീവിതം. കഠിന പരിശ്രമത്തിനൊടുവിൽ കൃഷി ഓഫീസറായി ജോക്കുട്ടൻ ചാർജ് എടുത്തപ്പോൾ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കാൽ തൊട്ടവൻ അനുഗ്രഹം വാങ്ങി. വയലേലകൾക്ക് നടുവിലുള്ള ആ പഴയ വീട് പുതുക്കി വലിയൊരു സ്വർഗം അവൻ പണിഞ്ഞു. നിങ്ങൾ തന്ന ജീവിതമാണ് എൻ്റേതെന്ന്, നിങ്ങൾ തന്ന സ്നേഹമാണ് എൻ്റെ ശ്വാസമെന്ന് അവൻ നിറകണ്ണുകളോടെ പറയുമ്പോൾ തൊമ്മിച്ചൻ അവനെ നെഞ്ചോട് ചേർത്തു. ഒരു പൊട്ടിക്കരച്ചിലോടെ അന്നമ്മ അകത്തേക്കോടി. ജോക്കുട്ടൻ്റെ ഉറച്ച തീരുമാനത്തിൽ അനാഥയായിരുന്ന സെലീന എന്ന മാലാഹ കൊച്ചിനെ കൈപിടിച്ച് തൊമ്മിച്ചനും അന്നാമ്മയും അവനെ ഏൽപ്പിക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഇവളെ കൂടി സ്വന്തം മോളായി അങ്ങ് സ്നേഹിച്ചേക്കണേ എന്നവൻ ചിരിയോടെ പറയുമായിരുന്നു. അങ്ങനെ ജോക്കുട്ടൻ്റെയും സെലീനയുടെയും മിന്നുകെട്ട് കഴിഞ്ഞ് അവരുടെ ആദ്യ രാത്രിയാണെന്ന്. പതിവ് പോലെ രാത്രി അന്നാമ്മയ്ക്കടുത്തേക്ക് നിരങ്ങി കള്ളച്ചിരിയോടെ ചെല്ലുന്ന തൊമ്മിച്ചനെ നോക്കിയവൾ കപട ദേഷ്യം പൂണ്ടു. വയസ്സാം കാലത്ത് ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റ്. എടിയേ, നമുക്ക് ഒന്നുകൂടെ ആദ്യ രാത്രി ആഘോഷിച്ചാലോ? തൊമ്മിച്ചൻ ഒരു കണ്ണിറുക്കി അന്നാമ്മയെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്ത് ഇറുകെ പുണരുമ്പോൾ ഒരിക്കലും മരിക്കാത്ത പ്രണയത്തിൻ്റെ കാറ്റേറ്റ് അവർ വീണ്ടും പുതുസ്വപ്നങ്ങൾ നെയ്തെടുക്കുകയായിരുന്നു. ഇതുപോലെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.